ഹലോ മക്കളെ, അപ്പം ഇന്നലെ വെച്ച് നമ്മുടെ എക്സാം വിന്നറുടെ നീറ്റിൻ്റെ ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളിപ്പം +1 +2 നീറ്റ് ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെറുതെ നിങ്ങളുടെ വെക്കേഷൻ കളയരുത്, നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പം നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണെങ്കിൽ ഓണം എക്സാം വന്നപ്പോൾ ഒരു ബ്രേക്കൊക്കെ വന്നു. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ വെക്കേഷൻ നിങ്ങൾ ബാക്ക്ലോഗ്സ് കവർ ചെയ്യാനും അല്ലേ കുറച്ചുകൂടി നീറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനിടയിൽ ഒത്തിരി കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരുമോ, നമ്മുടെ വേദ ബാച്ചും പൃഥ്വി ബാച്ചിലും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരുമോ. സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ടുള്ള അതായത് +1ലെയും +2ലെയും നീറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് മക്കളെ ഇത്. അപ്പം നമ്മുടെ +1 ഇപ്പം നീറ്റിന് പഠിക്കുന്ന ഒരു മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ +1 പൃഥ്വി ബാച്ചിലാണ് ജോയിൻ ചെയ്യുക, പൃഥ്വി നീറ്റ് ബാച്ചിലാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ ഓൾറെഡി നിങ്ങൾക്ക് അഗ്നി ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അഗ്നി ക്ലാസ്സുകൾ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ നീറ്റിൻ്റെ ക്ലാസ് കാണാം. ഇനിയിപ്പോൾ നിങ്ങളൊരു നീറ്റ് നമ്മുടെ +2ൽ പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ളത് +2 വേദ ബാച്ചിലാണ്. നിങ്ങൾക്ക് ഓൾറെഡി അപ്പോൾ അവിടെ എന്തുണ്ടാവും, +2 ഉയരെ ബാച്ചുകൾ കിട്ടും. ഓക്കെ, അപ്പം ഇതെല്ലാം മിസ് ഇപ്പോൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പം നമ്മുടെ നീറ്റ് ബാച്ചിലുള്ള മക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതായത് ഈ വെക്കേഷൻ എങ്ങനെയാണ് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ യൂസ്ഫുൾ ആക്കേണ്ടതെന്നാണ് മിസ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാം വിന്നറുടെ ബാച്ച് എടുക്കാം. അപ്പം മിസ് ഇവിടെ എടുത്തിട്ടുള്ളത് +1 പൃഥ്വി ബാച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൃഥ്വി ബാച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഓരോ സബ്ജക്ട്സ് ആയിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അഗ്നി ബയോളജി ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക അഗ്നി കെമിസ്ട്രി ഉണ്ട്, അഗ്നി മാത്സ് ഉണ്ട്, അഗ്നി ഫിസിക്സ്, അങ്ങനെ എല്ലാ സബ്ജക്ട്സും കാണാൻ വേണ്ടി പറ്റും. ആൻഡ് കുറച്ചുകൂടി താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും നമ്മുടെ എന്താണ് പൃഥ്വി ബയോളജി. അതായത് പൃഥ്വിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വേദ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത മക്കൾക്ക് എന്തുണ്ടാകും, നമ്മുടെ +1ലെ ക്ലാസ്സുകളും അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് +2ലെ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അപ്പം മിസ് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ +1ആയതുകൊണ്ടാണ് പൃഥ്വി ബയോളജി കൂടെ കാണുന്നത്. അതായത് അഗ്നിയുടെ ക്ലാസ്സും പൃഥ്വിയുടെ ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പൃഥ്വി കെമിസ്ട്രി കാണാം, പൃഥ്വി ഫിസിക്സ് കാണാം. ഇനി അതെല്ലാം നിങ്ങളിപ്പോൾ +2 നീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേദ ഫിസിക്സ് അതുപോലെ തന്നെ വേദ ബയോളജി അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ മിസ് ഇപ്പോൾ പൃഥ്വി ബയോളജി എടുത്തു. അതായത് നിങ്ങളിപ്പോൾ ഓണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്ത് എൻ്റെ കുട്ടികൾക്ക് എന്തായിരിക്കും മിസ് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾ ഈ നീറ്റ് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ അഗ്നി ക്ലാസ്സുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അത് കവർ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഓണം എക്സാം എഴുതിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ എന്തായാലും അഗ്നിയുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നീറ്റിൻ്റെതാണ് എൻ്റെ കുട്ടികൾ കവർ ചെയ്യാത്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ +1ലെ മക്കളാണെങ്കിൽ പൃഥ്വി എടുക്കാം, +2ലെ മക്കളാണെങ്കിൽ വേദ എടുക്കാം. ഇപ്പോൾ മിസ് ബയോളജിയാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ സെക്കൻഡ് ചാപ്റ്റർ എടുക്കുകയാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് പോയി കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ് അവിടെ കിടപ്പുണ്ടാവും. ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഏകദേശം 1.25 മണിക്കൂറാണ് പോയിട്ടുള്ളത്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളിത് കാണണം. ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഇവിടെ സൈഡിലൊരു PDF കാണുന്നില്ലേ, ആ ഒരു PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡഡ് ആകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ നോട്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആ നോട്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിവിഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ ആദ്യം നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന വർക്ക്ഷീറ്റാണ്. അപ്പോൾ വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. അങ്ങനെ വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഇവിടെ DPP ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട്, അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെയും ഏത് ചാപ്റ്ററിൻ്റെയും നമ്മുടെ ബാച്ചിൽ ഓൾറെഡി ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാകും. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിത് കെമിസ്ട്രിയുടെയും അതേപോലെ തന്നെ ഫിസിക്സിൻ്റെയും എല്ലാം അവൈലബിൾ ആണ്. +2ൻ്റെയും സെയിം കാര്യം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ചില മക്കൾ പറയുന്നുണ്ട്, മിസ് ഞങ്ങൾക്ക് ഓണം എക്സാം ഞങ്ങൾ അത്ര സീരിയസ് ആക്കി എടുത്തില്ല, ഞങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഒന്നും അത്ര നല്ലോണം പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് അഗ്നി ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ഇവിടെ എൻ്റെ ബയോളജി ഇപ്പോൾ ബയോളജി ആണെങ്കിൽ മിസ് ഇവിടെ ബയോളജി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെ ഇപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ് കിട്ടും. അത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 ഷോട്ട് ക്ലാസ്, പെട്ടെന്നൊരു 1 ഷോട്ടിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ 1 ഷോട്ട് ക്ലാസ്സും അതിൻ്റെ നോട്ട്സ് ഇവിടെ ഉണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് വേണോ, നിങ്ങൾക്ക് ഇവിടെ വർക്ക്ഷീറ്റ് ഉണ്ടാകും, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ലേണിംഗ് വീഡിയോസും ഇതെല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നീറ്റിന് വേണ്ടി ഫോക്കസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് മിസ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പൃഥ്വി നീറ്റിൻ്റെയും പൃഥ്വി കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേദയ്ക്കും സെയിം ആണ്. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ വെക്കേഷനിൽ നിങ്ങളിത് യൂസ് ചെയ്യുക. അപ്പം എല്ലാം ഓൺ ട്രാക്കാണ്. നമ്മുടെ എക്സാം വിന്നറിൻ്റെ നമ്മുടെ ബാച്ചിൻ്റെ അതേ എന്താ പറയുക ടൈം ടേബിളിൽ ഫോളോ ചെയ്യുന്ന മക്കൾക്കാണെങ്കിൽ പെൻഡിങ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതേ വർക്ക്ഷീറ്റ് ചെയ്യാത്തതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ അല്ലേ മിസ് ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത്
ചെയ്തിട്ടുണ്ടാകും എന്ന് മിസ് കരുതുന്നു. ഒരു പ്ലാൻ പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കരുതുന്നു. ആ പ്ലാനിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള പോർഷൻസ് കവർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ മക്കൾ മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം ഉണ്ടാവും. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് നമ്മുടെ ഇപ്പോൾ പൃഥ്വി ബാച്ച് ആണെങ്കിലും യോധ ബാച്ച് ആണെങ്കിലും കിട്ടും. പൃഥ്വി ബാച്ച് ആണെങ്കിൽ നമ്മുടെ പൃഥ്വി നീറ്റിന് വരുന്നത് 6649 ആണ്. അതേപോലെ തന്നെ നമ്മളുടെ വേദ ബാച്ചിനും 2 ബാച്ചിൻ്റെയും ഫീസ് വരുന്നത് 666649 ആണ്. ഇത് നമ്മുടെ ഓണം ഓഫറിൻ്റെ ഭാഗമായിട്ടുള്ള ഫീ റിഡക്ഷൻ ആണ്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഈ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.